ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നടത്തിയതായിരിക്കുന്ന പ്രാർത്ഥന എന്ന വിഷയത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് ആ വേദഭാഗം ഞാനൊന്ന് വായിക്കുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഇച്ഛിക്കുന്നു. ഇപ്പോൾ നാം വായിച്ച് കേട്ടതായിരിക്കുന്ന ഈ വേദഭാഗത്ത് കാണുന്ന വലിയ പോരാട്ടം, ഇത്ര വലിയ പോരാട്ടം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി നടത്തിയ ഒരു ആത്മീയ പോരാട്ടത്തെയും തീവ്രമായ പ്രാർത്ഥനയെയുമാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു വസ്തുത, അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരമല്ല ഈ കൊലോസ്യ സഭ സ്ഥാപിതമായത്. ഒന്ന്. രണ്ടാമത്, ഈ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളെ ആരെയും കണ്ടിട്ടില്ല. മാത്രമല്ല, ഈ ലേഖനം എഴുതുന്നതായിരിക്കുന്ന സമയത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിലാണ്, റോമൻ കാരാഗ്രഹത്തിൽ, അതായത് ഹൗസ് അറസ്റ്റിൽ ആയിരിക്കുന്ന വേളയിലാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കൊലോസ്യ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കുവാൻ തക്കൊണ്ടുള്ളത്? ഇവിടെ പോരാട്ടം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് തൻ്റെ ശാരീരികമായിരിക്കുന്ന പോരാട്ടമല്ല, മറിച്ച് കൊലോസ്യയിലെ വിശ്വാസികളുടെ മേലുള്ള ഹൃദയഭാരവും തീവ്രമായ പ്രാർത്ഥനയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊലോസ്യ വിശ്വാസികളെ ഓർത്ത് തനിക്ക് വലിയൊരു ഹൃദയഭാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇപ്രകാരം എഴുതുന്നത്. അതെ, അന്യോന്യം കണ്ടിട്ടില്ല, മുഖപരിചയമില്ല, എങ്കിൽ തന്നെയും ആ ഒരു സ്ഥലസഭയിലെ വിശ്വാസികളുടെ ജീവിതത്തെ കണ്ടുകൊണ്ട്, അവരുടെ രീതിയെ കണ്ടുകൊണ്ട്, അവർക്ക് വേണ്ടതായിരിക്കുന്ന ബുദ്ധി ഉപദേശം കൊടുക്കുവാൻ തക്കോണം, അതിനുവേണ്ടി പ്രാർത്ഥന എന്ന മാധ്യമത്തിൽ കൂടി ഒരു പോരാട്ടം നടത്തുവാൻ തക്കോണം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൊലോസ്യയിലെ വിശ്വാസികളെ താൻ കണ്ടിട്ടില്ല എന്നത് നമുക്കറിയാം. അതുമാത്രമല്ല, റോമൻ കാരാഗ്രഹത്തിലുമാണ്. ഒരു വിഷയം നാം മനസ്സിലാക്കണം. അതെ, സമയം, സാഹചര്യം, ദൂരം എല്ലാം നമ്മെ വേർപിരിച്ചാലും, അത് കൊലോസ്യ വിശ്വാസികളുടെ ബന്ധത്തിൽ അത് സമയവും സാഹചര്യവും ദൂരവും എല്ലാം വേർപിരിച്ച് ഇരിക്കുന്നതായിരിക്കുന്ന ഒരു വേളയിൽ പ്രാർത്ഥന എന്ന മാധ്യമത്തിൽ കൂടി നമുക്ക് പോരാടുവാൻ കൊണ്ട് കഴിയും എന്ന് ഒരു സന്ദേശം ഈ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. പോരാട്ടം എന്ന പദം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വചനത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ ഗുണം കഴിയും. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ്: നിങ്ങൾ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗീതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പോരാടുന്നു. ആര് പോരാടുന്നു? എപ്പഫ്രാസ്, അവിടുത്തെ ശുശ്രൂഷകൻ, കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ഇവിടെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പോരാടുന്നു പ്രാർത്ഥനയിൽ. അതോടൊപ്പം തന്നെ എപ്പഫ്രാസ് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അതേ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് നാം കാണുന്നു. ഇവിടെ നമ്മൾ എപ്പഫ്രാസ് കഴിക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് കാണുന്നു. കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് എപ്പഫ്രാസ് പോരാടുന്നത്, അതായത് പ്രാർത്ഥിക്കുന്നത്. എന്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ നാം കാണുന്നുണ്ട്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന്. നോക്കുക, വേറൊന്നും തന്നെ അല്ല ഇവർ പ്രാർത്ഥിക്കുന്നത്. കൊലോസ്യ വിശ്വാസികളുടെ ജീവിതത്തിലും പല രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പലവിധമായിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്നതും എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നതും ചില വിഷയങ്ങൾ നമുക്കതൊരു മാതൃകയായിരിക്കട്ടെ
അത് അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് ദൈവഹിതം സംബന്ധിച്ചൊരു പൂർണ്ണ നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. കൊലോസ്യ വിശ്വാസികളുടെ ബന്ധത്തിൽ നമുക്കറിയാം, ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ ജ്ഞാനവാദികളുടെ ചില ദുരുപദേശങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ജ്ഞാനവാദികളുടെ ദുരുപദേശത്തിൽ അത് ക്രിസ്തുയേശുള്ളതായിരിക്കുന്ന വിശ്വാസം മാത്രം പോരാ, ജ്ഞാനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതായിരിക്കും ദുരുപദേശം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിന് എതിരെ കൂടി അങ്ങനെ ഒരിക്കലും കൊലോസ്യയിലുള്ള വിശ്വാസികൾ അവരുടെ ദുരുപദേശത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ടതായിരിക്കുന്ന ഒരു ലേഖനവുമായിട്ടാണ് നമുക്ക് കൊലോസ്യ ലേഖനം കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണം. ഒന്ന്. രണ്ടാമത്, എപ്പോഴാണ് പോരാടുന്നത്? എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗങ്ങൾ നാം വായിച്ചത്, ഒന്ന്, പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പഫ്രാസ് അവിടെ കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പോരാടുന്നു. പിന്നെ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ റോമയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം എന്ന് ഇവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ പൗലോസ് റോമയിലുള്ള വിശ്വാസികൾക്ക് കത്ത് എഴുതുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. എന്തിനു വേണ്ടിയാണ് പോരാടേണ്ടത്? സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വരണം, നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടത്, എന്തോ ആശ്വാസം പ്രാപിക്കേണ്ടതിന് വേണ്ടി. ഇവിടെയും നാം കാണുന്നത്, തനിക്ക് വേറെ മറ്റുള്ളതായിരിക്കുന്ന പല ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരിക്കാം, എങ്കിൽ അതൊന്നുമല്ല തൻ്റെ മുൻപാകെയുള്ളത് നിങ്ങളുടെ അടുക്കൽ എനിക്ക് വരണം. എൻ്റെ ബന്ധുക്കളുടെ അടുത്തോ, എൻ്റെ പ്രിയപ്പെട്ട മറ്റുള്ളവരുടെ അടുത്തോ, എൻ്റെ കൂട്ടുകാരുടെ അടുത്തോ, എനിക്ക് മറ്റുള്ള ഒരിടത്തും എനിക്ക് പോകണ്ട. എനിക്ക് നിങ്ങളുടെ അടുത്ത് സന്തോഷത്തോടുകൂടി വരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ പോരാടണം. അത് നാം വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. നാം വായിച്ച എന്താണ്? കൊലോസ്യ 2-ാം അധ്യായത്തിൻ്റെ 1-2 വരെ. ഈ പ്രാർത്ഥനയുടെ പോരാട്ടത്തിൻ്റെ ഉദ്ദേശം കൊലോസ്യയിലുള്ള വിശ്വാസികൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം. ചില കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? പോരാട്ടത്തിൻ്റെ ഉദ്ദേശമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൊലോസ്യയിലുള്ള വിശ്വാസികൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം, പൂർണ്ണമായ ഒരു ആത്മീയ അറിവ് ഉണ്ടാകണം, വിവേകം പ്രാപിക്കണം, അതുപോലെ മാത്രമല്ല ഹൃദയങ്ങളിൽ ആശ്വാസം ലഭിക്കണം. ഈ വിധ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ എത്ര വലിയ പോരാട്ടം ഞാൻ കഴിക്കുന്നു. കൊലോസ്യയിലെ വിശ്വാസികൾ തെറ്റായ ഉപദേശങ്ങളിൽ വശീകരണ വാക്കുകളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകണം എന്നുള്ള പൗലോസിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. നോക്കുക, അയൽ സഭകളെക്കുറിച്ചുള്ളതായിരിക്കുന്ന, ഒരിക്കലും മുഖം കണ്ടിട്ടില്ലാത്തതായിരിക്കുന്ന വിശ്വാസികളെ ഓർത്ത് പൗലോസിൻ്റെ ഒരു ആഗ്രഹം, ഉള്ളിലുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹം, എൻ്റെ വിശ്വാസികൾ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർ ഒരിക്കലും ദുരുപദേശങ്ങൾ അകപ്പെട്ടു പോകരുത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഏറിയ പോരാട്ടം കഴിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്നർത്ഥം. ഉദാഹരണത്തിനായിട്ട് നമുക്ക് വേദഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയിൽ പോരാടി എന്നതുപോലെ തന്നെ താൻ കണ്ണുനീരൊഴുക്കിയതായിരിക്കും ചില സന്ദർഭങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഈ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ കിടക്കയെ കണ്ണുനീരുകൊണ്ട് നനച്ചു കാണും. അതാണ് ആ പോരാട്ടം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ പോരാട്ടം ഒരു മല്ലയുദ്ധമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ വിഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെ വായിക്കാം. അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എപ്രകാരമാണ് പോരാടിയിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ആസിയയിൽ വന്ന നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും
കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതിൻ്റെ 31 വാക്യം അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ 31 വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. 3 സംവത്സരം രാപ്പകൽ, രാത്രിയും പകലും ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് അവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവർക്കും ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പ്രാർത്ഥന കണ്ണുനീരൊഴുക്കിക്കൊണ്ടുള്ളൊരു പ്രാർത്ഥന, താഴ്മയോടുകൂടി ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ. താൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അല്ലാത്തപ്പോഴും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥനയിലും അല്ലാതെയും താൻ പോരാട്ടം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായത്തിൻ്റെ 2 താൻ കൊലോസ്യയിൽ ഉള്ള വിശ്വാസികൾക്കായി ജയിലിൽ കിടന്ന് പോരാട്ടം നടത്തിയതിനാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കാരാഗ്രഹത്തിലെ കിടക്കവിരികൾ പോലും കണ്ണുനീർ കൊണ്ട് നനഞ്ഞു കാണണം എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ 2 കൊരിന്ത്യരെ 2 അധ്യായത്തിൻ്റെ 4 വാക്യത്തിലെ ഇപ്രകാരം നാം വായിക്കുന്നു, വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിന് അത്രേ. ഒരു കരയുന്ന പൗലോസിനെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. കൊലോസ്യർക്കൽ ലേഖനത്തിൽ അത് ഏറിയ പോരാട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതായിരിക്കുന്ന സഹവിശ്വാസികളുടെ ഉന്നമനത്തിനു വേണ്ടി, സഹവിശ്വാസികൾ ദുരുപദേശത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയിൽ കൂടി പ്രയത്നിക്കുന്ന ആത്മീയമായിരിക്കുന്ന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൗലോസിനെ നാം കാണുന്നുവെങ്കിൽ, ഇവിടെ നമുക്ക് കരയുന്നതായിരിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഒരിക്കൽ പോലും കാണാത്ത പ്രിയപ്പെട്ടവരും അല്ല നമ്മുടെ സഹവിശ്വാസികൾ, അവരെയൊക്കെ ഓർത്ത് കരയുന്ന ഒരു പൗലോസ്. 1 തെസ്സലോനിക്ക് 2 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച കഷ്ടവും അവമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. വലിയ പോരാട്ടം കഴിക്കുന്നു, ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വലിയ പോരാട്ടം കഴിക്കുന്ന ഒരു പൗലോസിനെയാണ് നമുക്കിവിടെ കഴിയുന്നത്. ഫിലിപ്പിയർക്ക് 1 അധ്യായം 30 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എങ്കൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അതെ, ആ പോരാട്ടം കൊലോസ്യ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫിലിപ്പി വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൊലോസ്യ വിശ്വാസികൾക്കും അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും ആ പോരാട്ടത്തിൽ കൂടി കടന്നുപോയി എത്രമാത്രം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യർക്ക് ലേഖനം 6:12 വാക്യത്തിൽ വരാം. ഇതിന് കാരണം എന്താണ്? അതുകൂടെ നാം ചിന്തിക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പോരാട്ടം കഴിക്കുവാൻ കാരണം? അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഇത്ര വലിയ പോരാട്ടം കഴിക്കുവാൻ അല്ല, പല സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോഴൊക്കെയും ഓരോ ഭവനങ്ങളിൽ കയറി ഇറങ്ങി കണ്ണുനീർ വാർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ബുദ്ധി ഉപദേശിക്കുവാൻ കാരണം എന്ത്? എഫേസ്യർക്ക് ലേഖനം 6 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നമുക്ക് വേറൊരു പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് ഇപ്രകാരമാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വ ലോകങ്ങളിലെയും ദുഷ്ടാത്മസേനയോടും അത്രേ. അതിൻ്റെ 11 വാക്യത്തിൽ നാം കാണുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധം ധരിച്ചുകൊള്ളുവീൻ. 12 വാക്യത്തിൽ പറയുന്നത് നമുക്ക് പോരാട്ടമുണ്ട്. നമുക്കൊരു പോരാട്ടമുള്ളത് അത് ആരാണ്? സാത്താനാണ്. സാത്താൻ നമ്മെ വിശ്വാസത്തിൽ നിന്നും വീഴിക്കുവാൻ, നമ്മെ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകാൻ, ആത്മീയമായിരിക്കുന്ന ഒരു തണുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ഒരു ആത്മീയമായ രീതിയിലൊരു പിന്മാറ്റ അവസ്ഥയിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. അതിനായിട്ട് 11 വാക്യത്തിൽ പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയുന്നതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുക. സാത്താൻ എപ്പോഴും നമ്മെ ആ രീതിയിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം പോരാടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സാത്താൻ നമ്മെ വീഴിക്കുവാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ വലിയ പോരാട്ടം കഴിക്കുകയാണ്. കാരണം എൻ്റെ വിശ്വാസികൾ ഒരിക്കലും ആ സാത്താൻ്റെ തന്ത്രത്തിൽ പെടുവാൻ തക്കവണ്ണം പാടില്ല. അതിനുവേണ്ടി താൻ പോരാടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നാം ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി, വിശേഷാൽ നമ്മുടെ കൊച്ചുമക്കൾ ജോലിയോടുള്ള ബന്ധത്തിലും പഠനത്തോടുള്ള ബന്ധത്തിലും ദൂരസ്ഥലങ്ങളിലായിരിക്കുന്നവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ കുഞ്ഞുങ്ങളുടെയും നമ്മൾ വളരെ ആത്മഭാരത്തോടു കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ പോരാടേണ്ടിയിരിക്കുന്നു. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പോരാടിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിര്യാണ സമയത്ത് ഒരു കാര്യം പറയുണ്ടായി. താൻ ഈ പോരാട്ടമെല്ലാം കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിൽ തൻ്റെ പോരാട്ടത്തെക്കുറിച്ച് കണ്ടു. റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം കണ്ടു, കൊലോസ്യ ലേഖനത്തിൽ കണ്ടു, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നാം കണ്ടു. ഇവിടെയെല്ലാം പോരാട്ടവും കണ്ണുനീരൊഴുക്കുന്ന അവസ്ഥയൊക്കെ നാം കണ്ടു. എന്നാൽ ഇതിനൊക്കെയും കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പോരാട്ടം നമുക്കുണ്ട്. അത് സാത്താനാണ്. നമ്മെ വശീകരിക്കുവാൻ, നമ്മെ വീഴിക്കുവാൻ, വിശ്വാസത്തിൽ നമ്മെ അകറ്റുവാൻ, ദൈവികമായിരിക്കുന്ന ആലോചനകൾ നമുക്ക് തരാതെ ലഭിക്കാതിരിക്കുവാൻ വളരെ യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. അങ്ങനെയുള്ള സ്ഥാനത്താണ് ഈ ഇത്ര വലിയ പോരാട്ടം കഴിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലന് പ്രേരണ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഒടുവിലായിട്ട് പറയുകയാണ്, 2 തീമോഥെയോസ് 4:7 പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു. നിര്യാണ സമയം അടുത്തപ്പോൾ താൻ പറയുന്നത്, ഞാൻ പോരാടേണ്ടതുപോലെ ഞാൻ പോരാടി കഴിഞ്ഞു. അതേ പ്രിയരെ, നമ്മുടെ ഈ സമയത്ത് ഇതുപോലെ നമുക്കൊന്ന് പറയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പോരാടേണ്ടതുപോലെ പോരാടുവാൻ കൊണ്ട് കഴിഞ്ഞു. അത് മാത്രമല്ല, പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെയും പേരെടുത്ത് നാം പ്രാർത്ഥിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. എന്നെ വളരെ ആകർഷിക്കുകയും ശ്രദ്ധ ആകർഷിച്ച ഒരു വസ്തുതയാണ്. കൊലോസ്യയിൽ പൗലോസ് 11 പേരുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. കൊലോസ്യയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കൊലോസ്യയിലെ വിശ്വാസികളെ പേര് പറഞ്ഞ് അവരെ ഓർക്കുന്നു, അവർക്കായി പ്രാർത്ഥിക്കുന്നു. എങ്ങനെ ഈ പേരുകൾ കിട്ടി? അത് കൊലോസ്യ ലേഖനം 4:7 ഒരു തിഹിക്കോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 4:9 ഒരു ഒനേസിമോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഈ ഒനേസിമോസും തിഹിക്കോസും ജയിൽ സന്ദർശിക്കുകയും അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ഇരുന്ന് ഓരോ സ്ഥലം സഭയിലെ വിശ്വാസികളുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് നാം വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റില്ല. കാരണം തീക്കോസ് അവിടെ പോകുമായിരുന്നു. അത് കൊലോസ്യർ 4:7 പറയുന്നുണ്ട്. അതിൻ്റെ 4:9 പറയുന്നുണ്ട്, ഇവർ പോകുന്നു. ഇവരിൽ നിന്നും ഈ കൊലോസ്യ സഭയിൽ ഓരോ വിശ്വാസികളുടെയും പേരുകൾ, നാളുകൾ, അവരുടെ സ്ഥിതിഗതികൾ, അവരുടെ വിശ്വാസത്തിൽ അവർ എപ്രകാരമായിരിക്കുന്നു, അവരുടെ ഉപദേശ സംഹിതകൾ എപ്രകാരമാണ്, ഈ വിധത്തിലുള്ളതായിരിക്കും എല്ലാ കാര്യങ്ങളും ചോദിച്ച് അറിയുന്ന ഒരു സ്വഭാവം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം തീക്കോസിനും ഒനേസിമോസിനെയും ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചിരുന്നു. പ്രിയരെ, ഇത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ സഹവിശ്വാസികളെ നമുക്ക് അവരെ പ്രാർത്ഥന ഓർക്കുമ്പോൾ അവരെക്കുറിച്ച് നാം ഒരു പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. അവരുടെ ആവശ്യങ്ങൾ എന്താണ് അതറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിപ്പാൻ തക്കണം, നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിപ്പാൻ തക്കണം. അതുപോലെ ഒരു ഏറിയ പോരാട്ടം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിലൂടെ കഴിക്കുവാൻ തക്കണം. അത് പ്രയോജനപ്പെടും. പൗലോസിന്റെ ഈ പ്രാർത്ഥന പഠിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒരു ആചാരമെന്ന രീതിയിൽ അല്ലേ പോയിട്ടില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന, നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന വാസ്തവത്തിൽ ഈ അപ്പോസ്തലനായ പൗലോസ് നടത്തിയതായിരിക്കുന്ന ഈ ആത്മീയ പോരാട്ടത്തിൽ നിന്നും എത്രയോ വിഭിന്നമായിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു ആചാരം എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ണുനീര് വരുന്നില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഒരുവരോട് ഒരു കാര്യം പറഞ്ഞു, അത് കേട്ടില്ലെങ്കിൽ പിന്നെ അവൻ പോകട്ടെ എന്നുള്ള രീതിയിൽ നാം പലപ്പോഴും എടുക്കുകയും നാം പലപ്പോഴും അതിന് വേണ്ടതായിരിക്കുന്ന ബുദ്ധിയുപദേശം, കണ്ണീരോടുകൂടി ബുദ്ധിയുപദേശം കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ? ഒരു മാറ്റത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ കൂടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയരെ, നമ്മൾക്ക് മുൻപോട്ടുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ കാലവധിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നതായിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഈ പ്രാർത്ഥന
കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ പ്രാർത്ഥന അതൊരു പോരാട്ടമായിട്ട് എടുത്ത് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ പല പോരാട്ടങ്ങളെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുകയുണ്ടായി. ഇത് നമുക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ഈ രീതിയിലുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിപ്പാൻ തക്കണം. അവരുടെ ആവശ്യങ്ങൾ ആദ്യം സ്റ്റഡി ചെയ്തിട്ട് ആവശ്യങ്ങളെ മുൻപാകെ വെച്ചിട്ട് ആ ആവശ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ഓരോന്നായിട്ട് എടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇത് സാധാരണ പ്രാർത്ഥന ആയിരിക്കില്ല, ഇതൊരു ഏറിയ പോരാട്ടമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൽ കൂടി ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.